വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. ഇഞ്ചോടിഞ്ച് പൊരുതിയാണ് LDF ഭരണ തുടർച്ച നേടിയത്. ആകെ 19 വാർഡുകളിൽ 10 സീറ്റ് LDFും 8 സീറ്റ് UDFും 1 സീറ്റ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കരസ്ഥമാക്കി. വാർഡ് 1-ലാണ് ശ്രദ്ധേയമായ മത്സരം നടന്നത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ MM സലീമിനെ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന K ഗോവിന്ദൻകുട്ടി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ വാർഡിലെ വർഷങ്ങളായി കൂടെ പ്രവർത്തിക്കുന്ന 40ഓളം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയും 35ലധികം വർഷം കോൺഗ്രസിനെ വിജയിപ്പിക്കുന്ന വാർഡ് ആയതുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ കുടുംബങ്ങളും വളരെയധികം അടുപ്പം കാണിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അവരുടെ എല്ലാം മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വത്തിനെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അത്തരത്തിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപപ്പെടുകയുണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ശരിയായിരുന്നു എന്നുള്ളത് ഈ റിസൾട്ട് വ്യക്തമാക്കുകയാണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് ഈ 1-ാം വാർഡിലെ ആ തീരുമാനത്തെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിൽ എല്ലാവിധ സഹകരണവും ചെയ്തിട്ടുള്ള എല്ലാ മുഴുവൻ ആളുകൾക്കും, എരുമപ്പെട്ടി പഞ്ചായത്തിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് 1-ാം വാർഡിലെയും മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. പ്രമുഖ നേതാക്കൾ മത്സരിച്ച 19-ാം വാർഡിൽ തീപാർന്ന പ്രകടനങ്ങളാണ് മുന്നണികൾ കാഴ്ചവെച്ചിരിക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന NK കബീറിനോട് പരാജയം ഏറ്റുവാങ്ങി. LDF 17-ാം വാർഡ് സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുമന സുഗതനും പരാജയപ്പെട്ടവരിൽ പ്രമുഖയാണ്. LDF 11-ാം വാർഡ് സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വിജയിച്ച 2015-ലെ പഞ്ചായത്ത് പ്രസിഡന്റ് 6-ാം വാർഡ് UDF സ്ഥാനാർത്ഥി മീന ശലമോനും വിജയിച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് LDFന് തുടർഭരണം ലഭിക്കാൻ ഇടയാക്കിയതെന്ന് കഴിഞ്ഞ ഭരണസമിതി പ്രസിഡന്റ് S ബസന്തലാൽ പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ എരുമപ്പെട്ടിയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ തുടർഭരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.